ഹലോ ഗൈസ്, വെൽക്കം ടു മുപ്പൻസ് വ്ലോഗ്സ്. അതെ, നമ്മളിപ്പോൾ സിനിമാ മേഖലയിലെ പ്രതിസന്ധി അടുത്ത സിനിമ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പോണ വാർത്തകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നു. മമ്മൂട്ടി മോഹൻലാലും നമുക്ക് വേറെ ആളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനും നോക്കില്ല. പക്ഷേ കണ്ടന്റാണ് ഏറ്റവും വലുതെന്നുള്ളത് അവർ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ഈ അവരുടെ ഇപ്പോഴത്തെ വലിയ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച പടങ്ങളും പൊട്ടി തരിപ്പണമായി പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യം നിങ്ങളിൽ പല ആൾക്കാർ ഈ സിനിമയുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരും ഇത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എനിക്കും അത്യാവശ്യം ചെറുതല്ലാത്ത ബന്ധം ഈ സിനിമയ്ക്കകത്തുണ്ട്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 2 ദിവസം എനിക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഞാനിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ ഇൻസൈഡ് സിനിമയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന ചില ആൾക്കാർ, അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഡയറക്റ്റ് ഈ സംഭവത്തിൻ്റെ ഫൈറ്റ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കുന്നതാണ് ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും അല്ലെങ്കിൽ കുറച്ച് നിർമ്മാതാക്കളും എന്നുള്ള രീതിയിലേക്കുള്ള സംഭവം അല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റായിട്ട് ഈ ഒരു സാധനത്തിൻ്റെ അടി നടക്കുന്നത് വെച്ചാൽ ഈ സുരേഷ് കുമാർ എന്നുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അത് എല്ലാവരുമല്ല, ആ നിർമ്മാതാക്കളുടെ സംഘടനയിൽപ്പെട്ട എല്ലാവരുമല്ല. കുറച്ച് ഇത് ഞാൻ പറയുന്നത് കൊണ്ട് ഈ പ്രായത്തിന് മുതിർന്ന ആൾക്കാരൊക്കെ അവർക്ക് വേറൊന്നും തോന്നണ്ട, ചില അമ്മാവന്മാർ, മലയാള സിനിമയിലെ ചില വേതാളങ്ങൾ, അങ്ങനെ തന്നെ പറയണം. മലയാള സിനിമയുടെ ഏറ്റവും നല്ലൊരു ഇറയിലൂടെ നമ്മൾ കടന്നു പോകുന്നു, നല്ലൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. വിദേശ രാജ്യങ്ങളിലും നമ്മുടെ സ്വദേശത്തും മറ്റ് അന്യഭാഷയിലൊക്കെ മലയാള സിനിമയിലേക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ലൈക്ക പോലുള്ള വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ ഇങ്ങോട്ട് വരുന്നു. സോ സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ അഞ്ച് കോടി കൊടുക്കുന്നു, അല്ലെ 5 കോടി കൊടുത്ത് പടം എടുക്കുന്നു. പടം എടുത്തിട്ട് ഞാൻ മുതലാളിയാണെന്ന് പറയുന്നു, മുതലാളിക്കുള്ള ബഹുമാനം തരണം, ഞങ്ങൾ ആ പൈസ നിങ്ങളടുത്ത് പറയുന്നത് പോലെ കേൾക്കണം, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം, ഞങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഓംബ്ര എന്ന് പറഞ്ഞുകൊണ്ട് നടന്മാരും എണീറ്റ് നിൽക്കണം, മൊത്തം എല്ലാ ആൾക്കാരും ബഹുമാനം തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സുരേഷ് കുമാറിനെ പോലുള്ള ആൾക്കാരുടെ പണ്ടത്തെ അടിയാളൻ ഉടമ സിസ്റ്റം ഉണ്ടല്ലോ, ആ പരിപാടി പോലത്തെ പരിപാടികൾ ഇപ്പം നടക്കുന്നില്ല. നല്ല രീതിയിൽ പൈസ ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി മെയിൻ പോയിന്റിലേക്ക് തന്നെ വരാം. അതായത് ഈ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആന്റണി പെരുമ്പാവൂർ സംസാരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ഡയറക്റ്റ് ആയിട്ട് ഉള്ള സംസാരമാണെന്ന്? ആന്റണി പെരുമ്പാവൂർ സംസാരിക്കുന്നത് മോഹൻലാലാണ്, അഥവാ ആന്റണി പെരുമ്പാവൂരിന്റെ ഉള്ളിൽ മോഹൻലാലാണ്. നമ്മുടെ ഈ സിനിമയുണ്ടല്ലോ, ഏതാ മമ്മൂക്കയുടെ സിനിമ ഭ്രമയുഗത്തിലെ ആ ഒരു ചെകുത്താൻ, അല്ലെ, നമ്മുടെ ആ ഒരു എന്തോ ചെകുത്താൻ തന്നെയാണോ, എന്താ ഈവിൾ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഈവിൾ ഉള്ളിലിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ആ ഒരു സാധനം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ചെകുത്താനെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, അതായത് മറ്റൊരു വ്യക്തിയാൽ സ്വാധീനിക്കപ്പെട്ട് സംസാരിക്കുന്നത്. അത് തന്നെ ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂർ സംസാരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് അത് സംസാരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മോഹൻലാലിനെതിരെ ഈ പറഞ്ഞ സുരേഷ് കുമാറൊക്കെ വരുന്നുള്ളൊരു കാര്യത്തിനാണ് ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇതൊക്കെ ശരിക്കും പറഞ്ഞ ചില ജലസ്, അസൂയയുടെ കാര്യമാണ്. നമ്മുടെ ലാലേട്ടനെ ശരിക്കും പറഞ്ഞാൽ കുറെ നാളുകൊണ്ട് നമ്മൾ കേൾക്കുന്നു, ഡ്രൈവറായിട്ട് വന്നു. ആര്? ആന്റണി പെരുമ്പാവൂർ ഡ്രൈവറായിട്ട് വന്നവനാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് അക്സസ് ഇല്ല, അഥവാ ലാലേട്ടനിലേക്ക് അക്സസ് ഇല്ല. അഥവാ ആന്റണിയോട് ചോദിക്കാതെ ഒരു കാര്യം പോലും ലാലേട്ടൻ ഒരു തീരുമാനം എടുക്കത്തില്ല. അയാളെ നമ്മളും പല സമയങ്ങളിൽ വിമർശിക്കാറുണ്ടെങ്കിലും ആന്റണി പെരുമ്പാവൂരാണ് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു ജെം ഓഫ് ദ പേഴ്സൺ. പല കാര്യങ്ങളിലും നമ്മളെല്ലാവരും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ആന്റണിയാണ് ശരിക്കും പറഞ്ഞാൽ, ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് ലാലേട്ടൻ്റെ തകർച്ച, നിരന്തരമായി ഉണ്ടായ തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പുണ്ടായതും ലാലേട്ടൻ ഇന്ന് നിൽക്കുന്ന ആ രീതിയിലേക്ക് തിരിച്ചെത്തിയതും. ഓക്കെ, അത് അദ്ദേഹം മറക്കൂ, ലാലേട്ടൻ മറക്കൂ. അപ്പോൾ കൂടെ നടന്നവർ അദ്ദേഹത്തിനെ വെച്ച് കുറേ സിനിമകൾ ഉണ്ടാക്കുകയും കുറേ പൈസ വാരുകയും, എന്നിട്ട് അദ്ദേഹം സ്ഥിരം ഈ ഒരു പരിപാടി തന്നെ പെട്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾ അതിൽ നിന്ന് അകന്നു പോകുന്ന പോലെ തോന്നി. അങ്ങനെയാണ് പരാജയങ്ങൾ നിരന്തരമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനെല്ലാം വിട്ടിട്ട് അദ്ദേഹത്തിന് നേരെ വഴിക്ക് കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ. അങ്ങനെ ആ ഒരു സിനിമാ കമ്പനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ എടുക്കുന്നു. സിനിമാ സ്റ്റാർസിലേക്ക് വരാം. ഇനി ലാലേട്ടൻ്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ലാലേട്ടനുള്ള ഒരു ചോറ ലാലേട്ടനിലേക്ക് എത്തിക്കാൻ ആന്റണി സമ്മതിക്കുന്നില്ല എന്നുള്ളത് ദേഷ്യമാണ് ആന്റണിയോട് തീർക്കുന്നത്. ആ ഒരു പക തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്കി അറിയാം മലയാള സിനിമയ്ക്കകത്തുള്ള ഹിറ്റ് മേക്കേഴ്സ് ആരൊക്കെയാണ്. അഥവാ നിലവിലിറങ്ങുന്ന ഈ 100 crores എബോ ഗ്രോസ് കളക്ഷൻ നേടുന്ന പടങ്ങൾ ആരുടേതാണ്? സൂപ്പർ സ്റ്റാർസിൻ്റെതാണ്, ചിലപ്പോൾ മറ്റുള്ള സ്റ്റാർസിൻ്റെതും വരും. എങ്കിലും അതിനകത്ത് അത്യാവശ്യം പൈസ ഇറക്കണം. എന്നാൽ ഇവർ പറയുന്നത്, എനിക്ക് തോന്നുന്നു കുറച്ച് നാളിന് മുമ്പ് എനിക്ക് സംസാരിച്ച വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി, മേനക സുരേഷ് എന്നാണ് അദ്ദേഹത്തിനെ നമ്മൾ അറിയപ്പെട്ടിരുന്നത്. മേനക എന്നുള്ള നായികയുടെ ഹസ്ബൻഡാണ് അദ്ദേഹം. കീർത്തി സുരേഷ് അദ്ദേഹത്തിൻ്റെ മകളാണ്, അന്യഭാഷയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. എനിവേ, ഈ സുരേഷ് കുമാർ എന്നുള്ള അദ്ദേഹം നമ്മളെ ഈ മലയാള സിനിമ കുറച്ച് കാലത്തിന് മുമ്പ്, അതായത് ഒരു 4 കോടിയോ 5 കോടിയോ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ആ എമൗണ്ടിന് മേൽ സിനിമ എടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിന് വേണ്ടാന്ന് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ മമ്മൂക്കയുടെ വലിയ വലിയ പടങ്ങൾ ആ സമയത്ത് നിർത്തിവെക്കേണ്ടി വരുന്നത്, ക്യാൻസലായി പോകുന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓർക്കണം, അത് ഈ പറഞ്ഞ സുരേഷ് കുമാറുള്ള സമയത്താണ് നടന്നിട്ടുള്ളത്.
ഓക്കെ. അപ്പൊ അതുപോലെ ഇവരുടെ ഈ പിന്തിരിപ്പ നയം, അതായത് മലയാള സിനിമയ്ക്കകത്തുള്ള സിനിമകളൊന്നും 100 crores നേടുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഇവർ പറയുന്നതിന്റെ മണ്ടത്തരം വ്യക്തമാക്കണം. ഞാൻ സിമ്പിൾ ആയിട്ട് ലോജിക്കലി പറഞ്ഞുതരാം. അതായത് ഒരു ഹോട്ടൽ നിങ്ങൾ നടത്തുന്നു. ഒരു ഹോട്ടൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് എല്ലാം വിറ്റഴിച്ചിട്ട് നിങ്ങൾ ആ പൈസ എടുത്തു വെച്ചേക്കുന്നത് നിങ്ങൾ എണ്ണുമ്പോൾ മുഴുവൻ കിട്ടിയിരിക്കുന്ന പൈസ 2000 രൂപ എന്ന് വിചാരിക്കുക. ഈ 2000 രൂപ നിങ്ങളുടെ ലാഭമാണോ? 2000 രൂപ ഗ്രോസ് കളക്ഷൻ ആണോ? 2000 രൂപ ഗ്രോസ് കളക്ഷനാണ്. ഈ 2000 രൂപയിൽ നിന്ന് വേണം നമ്മൾ വാങ്ങിയ സാധന സാമഗ്രികളുടെ പൈസ കഴിക്കാൻ വേണ്ടിയിട്ട്, വൈദ്യുതി ബില്ലിൻ്റെ അടയ്ക്കാനുണ്ട്, അതുപോലെ തന്നെ ശമ്പളം കൊടുക്കാനുള്ളത്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇതെല്ലാം മാറ്റി കഴിഞ്ഞാൽ ലാസ്റ്റ് ചിലപ്പോൾ 200-250 രൂപ കിട്ടുന്നതായിരിക്കാം നിങ്ങളുടെ പ്രോഫിറ്റ്. അതല്ലേ എൻ്റെ കണക്ക്. ഇദ്ദേഹം പറയുന്നത് മലയാള സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു നിർമ്മാതാക്കളും എനിക്ക് 100 കോടി കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. സിനിമയ്ക്ക് 100 കോടി കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ ഗ്രോസ് കളക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. വേൾഡ് വൈഡ് OTT എല്ലാം കൂടെ ചേർത്താ പറഞ്ഞിട്ടുള്ളത്. അതില്ല എന്ന് ഇദ്ദേഹം എന്തിനാ പറയുന്നത്? ഇങ്ങനെ പറയുമ്പോൾ അടുത്തൊരു അടിയാണ് ലൂസിഫർ എന്നുള്ള സിനിമ, പുലിമുരുകൻ എന്നുള്ള സിനിമ, മലയാളത്തിൽ ലാലേട്ടൻ അഭിനയിച്ച കുറച്ചധികം സിനിമകൾ, അതിനകത്ത് 100 crores പ്ലസ് നമ്മൾ ആഘോഷിച്ചിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടി വരുന്നത് ഈ ആന്റണി പെരുമ്പാവൂരിനിട്ടാണ്. അതായത് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഈ ആന്റണി പെരുമ്പാവൂരിനാണ്. ഇന്നിപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് താങ്ങിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനം എടുത്തതാണ്, അതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അമ്മാവന്മാരുമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലിസ്റ്റിൻ സ്റ്റീഫൻ, ആന്റണി പെരുമ്പാവൂര് തുടങ്ങി ഒട്ടനവധി നമ്മുടെ ഈ മാർക്കോയുടെ ഇതുണ്ടല്ലോ, മാർക്കോയുടെ പ്രൊഡ്യൂസർ, ഒരു രക്ഷയില്ല. അവളുടെ പേര് മറന്നു, എന്തൊരു അഹമ്മദ് അങ്ങനെ എന്താണ്, സോറി എനിക്ക് അഷ്റഫോ, സോറി എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, നിങ്ങൾക്ക് അറിയുന്ന ഒരു കമൻറ്റ്. അദ്ദേഹം ഇജാതി പടം എടുത്ത് ആ പടത്തിന് 100 crores പ്ലസിലേക്ക് വന്നിട്ടുള്ള കാര്യമൊന്നും ഇദ്ദേഹം അറിഞ്ഞിട്ടുകൂടിയില്ല, അല്ലെങ്കിൽ അത് പറയാൻ താല്പര്യമില്ല. മനസ്സിലാവുന്നുണ്ട്? അതായത് ഇവർക്കൊന്നും സൂപ്പർ സ്റ്റാർസിന്റെ അല്ലെങ്കിൽ ഹിറ്റാവുന്ന പടങ്ങളുടെ ഒന്നും ഭാഗമാകാനോ ഒന്നിനും പറ്റുന്നില്ല. ഇവർ ഈ അടിമ ഉടമ സിസ്റ്റം വച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഒരാൾക്കാരും ഇവർക്ക് ഡേറ്റും കൊടുക്കുന്നില്ല. അതായത് പുതിയ ആൾക്കാരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നടന്മാരും ടെക്നീഷ്യൻസും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും മറ്റുള്ള എല്ലാ ആൾക്കാരും തയ്യാറാകുമ്പോൾ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ അടുത്ത് ഓച്ചാനിച്ച് നിന്നുകൊണ്ട് നിങ്ങളൊരു സിനിമ എടുക്കുമോ എന്ന് നിൽക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് സമയമില്ല. ആലോചിച്ച് നോക്കണം, മലയാള സിനിമ നല്ലൊരു ഗോൾഡൻ ഇറയിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. മലയാള സിനിമയുടെ തകർച്ചയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നവർ ഇതിന് മുൻകാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് അത് തകർച്ച ഇല്ലായിരുന്നു എന്നാണോ ഈ സുരേഷ് കുമാറൊക്കെ പറയുക? ഇതിനെക്കാട്ടിൽ ഇന്നത്തെ എമൗണ്ടിന്റെ മാറ്റം, നമ്മൾ എന്താണ്, പണ്ട് നമുക്ക് ശമ്പളം കിട്ടുന്ന ഒരു 250 രൂപയാണ്, ഇന്ന് 1000 രൂപ കിട്ടും. ആ ഒരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ മലയാള സിനിമയ്ക്കകത്ത് തോറ്റ് തുന്നം പാടി 1-2 ഹിറ്റുകൾ പോലും ഇല്ലാത്ത വർഷങ്ങൾ ഉണ്ടായിട്ടില്ലേ മലയാളത്തിൽ? അപ്പോഴാണ് ഈ ഒന്ന് ഡയലോഗ് പഠിക്കുന്നത്. മാർക്കോ എന്നുള്ള സിനിമ മലയാള സിനിമയ്ക്ക് വേണ്ടേ? അപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമ വരാൻ പാടില്ല, സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരും മറ്റുള്ളവരൊന്നും സിനിമ എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, എല്ലാം നമുക്ക് ഇങ്ങോട്ട് തിന്നണം, ആ കണ്ടം വഴി കിട്ടുന്നതെല്ലാം നമ്മുടെ കോട്ടിൻ്റെ അകത്ത് വെച്ച് നമ്മൾ അങ്ങോട്ട് പോകും, നമുക്ക് ശേഷം പ്രളയം, ഇതാ പരിപാടി. അതായത് ഇവർക്ക് തിന്നാൻ പറ്റുന്നില്ല, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവരെ ആരും അങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നുമില്ല. ഇവർ പറയുന്ന പല സമയങ്ങളിൽ പറയുന്നത് നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ്, മലയാള സിനിമയിൽ എത്ര പ്രൊഡ്യൂസർമാരെന്നറിയാമോ കഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമ എന്നല്ല, ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഒരു പ്രൊഡ്യൂസറിന് ഏറ്റവും കൂടുതൽ 100% റിസ്ക് ഉള്ള ഒരു ബിസിനസ്സാണ് സിനിമ. കിട്ടിയാ കിട്ടി, പോയാൽ പോയി, കീ പോപ്പോ. ആ കിട്ടിയാ കിട്ടി, പോയാൽ പോയി എന്നറിയാത്തവനല്ല മലയാള സിനിമയ്ക്കകത്ത് പൈസ, മലയാള സിനിമയായാലും മറ്റ് സിനിമയായാലും അന്യഭാഷ ഏത് സിനിമയായാലും പൈസ മുടക്കുന്നത്. ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചൊരു സിനിമ ഇറക്കി, ആ സിനിമ 100 crores വരുമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ പ്രൊഡ്യൂസർ ഇറക്കുന്നത്? അല്ല. മാർക്കോ എന്നുള്ള സിനിമയുടെ കളക്ഷൻ, ഈ സംഭവം നമ്മുടെ നാടും ദേശവും വിട്ട് ആ സിനിമ എല്ലായിടത്തും അലയൊലിച്ചിട്ടും അതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ല. ആകെ ഉള്ളത് രേഖാചിത്രം മാത്രമാണ്. ഇവിടുത്തെ മറ്റ് സിനിമകളൊക്കെ ഇപ്പോഴും അടിപൊളിയായിട്ട് നേട്ടം കൊയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നുകൂടിയില്ല. ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന എമ്പുരാൻ. അപ്പോൾ ഇത്രത്തോളം വലിയ സിനിമകളൊന്നും മലയാളത്തിൽ വേണ്ട എന്നാണ് അവർ പറയുന്നത്. മലയാളത്തിൻ്റെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്, ബഡ്ജറ്റ് കുറവാണ്, അതുകൊണ്ട് ഈ ഒത്തിരി പ്രൊഡ്യൂസർമാർ, അതുകൊണ്ടാണല്ലോ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നത്. പുറത്തുനിന്നുള്ള പ്രൊഡക്ഷൻ കമ്പനികളിലൂടെ വരുന്നു, മറ്റുള്ള പല കാര്യങ്ങൾ, വിതരണക്കാർ വരുന്നു. ഗോകുലം ഗോപാലിനെ പോലെ, ഈ പറഞ്ഞ നമ്മുടെ ആശീർവാദ് സിനിമാസിൻ്റെ ആന്റണി പെരുമ്പാവൂരിനെ പോലെ, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ, ലിസ്റ്റിൻ സ്റ്റീവനെ പോലുള്ള ആൾക്കാരൊക്കെ പരീക്ഷണത്തിന് തയ്യാറാവുന്നു, പുതിയ ആൾക്കാരുമായിട്ട് സിനിമകൾ ചെയ്യാൻ തയ്യാറാവുന്നു. അപ്പോൾ അവരെ പോലുള്ള ആൾക്കാർ ഇവർക്കൊരു ഭീഷണിയാണ്. നമുക്കൊന്നും കിട്ടത്തില്ല. നമുക്ക് സൂപ്പർ സ്റ്റാർസിന്റെ ഒന്നാമത്തെ കാര്യം, ലാലേട്ടൻ്റെ സിനിമ ഇറക്കി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ സിനിമ എടുക്കും? ഇല്ല. ലാലേട്ടൻ സിനിമ ഇറക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആശീർവാദിന്റെ ആയിരിക്കും. അടുത്ത മമ്മൂക്കയുടെ സിനിമ എവിടെ ഇറങ്ങും? അത് മമ്മൂട്ടി കമ്പനിയിൽ ഇറങ്ങും. ഇനി ഒരു സിനിമ വരുന്നുണ്ട്, ആൻഡ്രോ ജോസഫിന്റെ സിനിമ വരുന്നുണ്ട്, അദ്ദേഹം ലീവ് എടുത്ത് മാറി നിൽക്കുന്ന പറയുന്നത് 100 കോടിയുടെ സിനിമയാണ്, പലരും കളക്ട് ചെയ്തൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരും ബമ്പം പ്രൊജക്ടിന്റെ ഒക്കെ പുറകിലൊക്കെ ചില ആൾക്കാർ പോകുമ്പോഴും ബാക്കി ഈ പറയുന്ന ഇദ്ദേഹത്തിനെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ പരിപാടികളുടെ അകത്തൊന്നും ഒരു സജീവമായിട്ട് പങ്കാളിത്തമോ ഒരു ഇതും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പണ്ട് കാലത്ത്
ഇതും ഞാൻ പറയുന്നത് ആരും പേഴ്സണലായിട്ട് എടുക്കരുത്. നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ആരെങ്കിലും അവിടെ ഇവിടെ നിന്ന് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും, കുറ്റവും കുറവും അവിടെയും പോകുന്നു ഇവിടെയും പോകുന്ന ആൾക്കാരെ കുറിച്ചും വല്ലതും പരദൂഷണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസത്തിൽ അങ്ങ് ജീവിച്ച് തീർക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ മലയാള സിനിമയ്ക്കകത്ത് വലിയൊരു പ്രശ്നം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇവർ പ്രതീതി വരുത്താൻ ശ്രമിക്കുന്നത് എത്ര സിനിമകളാണ് വന്നത്. ഇപ്പം പ്രേമലു എടുക്കാം, ഭ്രമയുഗം എടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ മാർക്കോ എടുക്കാം. ഇങ്ങനെ കുറേ അധികം സിനിമകളില്ലേ. അതുപോലെ തന്നെ എമ്പുരാൻ വരുന്നുണ്ട്. എമ്പുരാൻ്റെ ബഡ്ജറ്റൊക്കെ എടുത്ത് നൈസായിട്ടൊക്കെ പുറത്ത് തള്ളി കൊടുത്തായിരുന്നു. അത് മറ്റേ പുള്ളിക്കാരൻ ഇഷ്ടപ്പെടാതെ ഡയറക്റ്റായിട്ട് പൃഥ്വിരാജ് വിളിച്ച് പറഞ്ഞു, അല്ല ചേട്ടാ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, ചേട്ടാ ഇട്ടോ. ഓക്കെ, ഉടനെ തന്നെ ആന്റണി പെരുമ്പാവൂരൊക്കെ പൊളി മാനാണ്. സീരിയസ്ലി ഞാൻ പറയാം. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, പക്ഷെ പൊളി മനുഷ്യനാണ്. അയാൾ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. അപ്പം അതൊക്കെ അല്ലേ വേണ്ടത്. ഇവിടെ ഒരു പുതിയ യുഗം തുടങ്ങി, പുതിയ ആൾക്കാരും ജെൻസി ജനറേഷനൊക്കെ വരുന്നു. ആ കുട്ടികളുടെ മുമ്പിലേക്കൊക്കെ നല്ല സിനിമകൾ വരണ്ടേ? അതല്ല നമ്മൾ പണ്ടത്തെ കാലത്തുള്ള കുറേ അധികം ഏതെങ്കിലും ഹോട്ടലിൻ്റെ സൈഡിൽ പോയിരുന്ന് കഥ പറയുന്നത് പോലത്തെ സിനിമകളാണ് വേണ്ടത്. പണ്ടത്തെ മൂല്യമുള്ള സിനിമകൾ ഒരിക്കലും ആരും ആ കൾട്ട് ക്ലാസിക് മൂവീസിനെ ഒന്നും പറയത്തില്ല. ഭരതൻ്റെ, പത്മരാജൻ്റെ, നമ്മുടെ KT ജോർജിൻ്റെ ഒരാളുടെയും സിനിമകളെ കുറിച്ച് നമ്മൾ ആരും ഒരിക്കലും മോശം പറയത്തില്ല. അതൊക്കെ കൾട്ട് ക്ലാസിക് മൂവി, എവർഗ്രീൻ മൂവീസ്. പക്ഷേ KG ജോർജ്. സോ പക്ഷേ ആ കാലഘട്ടം മാറി മറ്റൊരു കാലഘട്ടത്തിൽ പുതിയ സിനിമകൾ, ടെക്നിക്കൽ വലിയ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്ന സിനിമകളുടെ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ സിനിമകൾ ഇറക്കുമ്പോൾ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൂടെ കൊടുത്താലേ സിനിമ തിയേറ്ററിൽ കാണാൻ ആൾക്കാർ വരൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കഥകൾ പറയാതെ നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ അനുസരിച്ച് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് കാര്യം മനസ്സിലാവും. ഇദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് ഒന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മകളെ വളരെ റേറ്റ് കുറച്ചിട്ട്, അതായത് ഇപ്പം അദ്ദേഹത്തിൻ്റെ മകളെ വെച്ചിട്ട് ഒരു 1 crore സിനിമ ചിന്തിക്കാറെങ്കിലും പറ്റും. കീർത്തി സുരേഷിനെ മലയാളത്തിൽ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നു. കീർത്തി സുരേഷ് മലയാളം ഭയങ്കര പ്രതിഫലമാകുന്നൊക്കെയാണ് പറയുന്നത്. കീർത്തി സുരേഷ് മലയാള സിനിമയിൽ ഒന്ന് എത്ര രൂപ വാങ്ങും? വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒന്ന് അഭിനയിച്ചിട്ട് അവർ പോകും? ഒന്നുമില്ല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അവർ അന്യഭാഷയിൽ വാങ്ങുന്ന ശമ്പളം എത്രയാണ്? മലയാള സിനിമയിൽ വലിയ താരങ്ങളെക്കാട്ടിലും പുതിയ ആൾക്കാർ. എല്ലാവർക്കും അറിയാം മലയാള സിനിമ എന്ന് പറഞ്ഞ സാധനം ഒരു ഭൂകൃഷിയാണ്. കിട്ടിപ്പോയാൽ പോയി, കിട്ടുന്ന സമയത്ത് വാരുക. ഇതൊന്നും വാരാത്തതും ഇതൊന്നും കൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ഈ കഥ പറയുന്നത് ഓർക്കണം. ഇത്രേ ഉള്ളൂ. മലയാള സിനിമയ്ക്കകത്ത് ചില വേതാളങ്ങളുണ്ട്. അത് ഏറ്റവും നല്ല പീക്ക് ടൈമിൽ മലയാള സിനിമയെ മറ്റുള്ളവരെല്ലാവരും ആദരിക്കുകയും ഇപ്പം അനുരാഗ് കശ്യപൊക്കെ ഇപ്പോൾ ഏത് സ്റ്റേജിൽ പോയിരുന്നാലും അദ്ദേഹം പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. റീസെൻ്റ്ലി കാണുന്ന ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹിന്ദി ടീമുകൾ തന്നെ പറയുന്നുണ്ട് ഹിന്ദിക്കാരന്മാർക്ക് സിനിമ എടുക്കാൻ അറിയത്തില്ല. ഹിന്ദിക്കാർ തന്നെ പറയുകയാണ് അതിന് നിങ്ങൾ കേരളത്തിലേക്ക് പോകണം. മലയാളി മൂവീസ് കണ്ടിട്ടുണ്ടോ എന്നാ പറയാ. ലാലേട്ടനെ കുറിച്ച് പറയുന്നു, മറ്റുള്ള നടന്മാരെ കുറിച്ച് പറയുന്നു, നമ്മളെ സിനിമയെക്കുറിച്ച് പറയുന്നു. സത്യം പറഞ്ഞതാ ഇപ്പൊ പോലും എനിക്കിതാ കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് രോമാഞ്ചം വന്നു. കാരണം എൻ്റെ നാട്ടിലെ സിനിമയെ കുറിച്ച് അവർ ഇത്രയും പറയുന്നു. എന്ത് അഭിമാനമാണ്. ആ അഭിമാനം ഇല്ലാത്ത കുറേ വർഗം ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള ലാലേട്ടൻ എന്നുള്ള വ്യക്തിയെ ഡയറക്ടർ അടിക്കാൻ പറ്റത്തില്ല. ലാലേട്ടനിലേക്ക് ഇനിയിപ്പോൾ എത്തി ലാലേട്ടൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഒരു ഇവരെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് ലാലേട്ടനെ വീട്ടിൽ നശിപ്പിക്കണം. അയാളെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പം അമ്മ എന്നുള്ള സംഘടനയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ലാലേട്ടൻ അല്ലെങ്കിൽ ആശീർവാദിനൊപ്പമാണ് നിന്ന് സംസാരിക്കുന്നത്. ഇനി ആശീർവാദിന്റെ കൂടെ ഇവർ കളിച്ചിട്ട് ഈ പറഞ്ഞ സിയാദ് കോക്കർ, അതുപോലെ തന്നെ ലിബർട്ടി ബഷീർ, ഈ പറയുന്ന സുരേഷ്, ഇവരൊക്കെ എന്തൊക്കെയറിയത്തില്ല. ഇവർ ഒരു 100 crores അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് നല്ലൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു നല്ല പൈസ ഇറക്കി ചിലവ് ചെയ്യേണ്ട ഒരു സിനിമ എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെപ്പോഴും ദാരിദ്ര്യം പറയുന്നവരാണ്. അവരെന്നല്ല, ഇദ്ദേഹത്തിനെ കുറിച്ച് ദാരിദ്ര്യത്തിന്റെ കാര്യം അറിയാവൂ. മറ്റേ സിനിമാ നടൻ പ്രൊമോഷൻ വന്നത് ഹെലികോപ്റ്ററിലാണോ, അതിൻ്റെ പൈസ പ്രൊഡ്യൂസർ കൊടുക്കണമല്ലോ, ആ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞ് എന്തൊക്കെയൊക്കെ പറയുന്നു. ശരിയായിരിക്കാം അവരുടെ പൈസ എന്നുള്ള കാര്യം, പക്ഷെ അങ്ങനെ ബോധർ ചെയ്യാത്ത പ്രൊഡ്യൂസർമാരും ഉണ്ട്. നഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്കും നഷ്ടങ്ങൾ പറയേണ്ടത് ആ നഷ്ടപ്പെട്ടവരാണ്. ഇതല്ല ഞങ്ങളുടെ സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഒന്നിരുന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വരും. ഇത്രയേ ഉള്ളൂ സംഭവം. സിനിമയിലെ മെയിനായിട്ടുള്ള നടന്മാരും മറ്റുള്ള ടീംസ് എല്ലാം അവർ സ്വന്തമായിട്ട് പൈസ മുടക്കി അവർ തന്നെ അഭിനയിച്ച് പൈസ തിരിച്ച് അവർ പിടിക്കുന്നു, ഇവർക്ക് കിട്ടുന്നില്ല. പുറത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ പൈസ മുടക്കിയിട്ട് അവർ പൈസ കൊണ്ടുപോകുന്നു, ഇവർക്ക് കിട്ടുന്നില്ല. ഇവിടെ പുതിയ പ്രൊഡ്യൂസർമാർ ഇഷ്ടംപോലെ പൈസ മുടക്കിയിട്ട് നല്ല പൈസ തിരിച്ചു പിടിക്കുന്നു, ഇവർക്ക് കിട്ടുന്നില്ല. കിട്ടാത്തതിൻ്റെ ചുരുക്ക് കരഞ്ഞ് തീർക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത് മൊത്തം. അല്ലാതെ ഇവിടെ ഒരു സംഭവമില്ല. പിന്നെ മലയാള സിനിമ നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് ബന്ധാക്കി കളയും, അവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇത് ആരാ? ഗുണ്ടായിസോ? തൊഴിൽ ചെയ്യുന്നവൻ എവിടെയും തൊഴിൽ ചെയ്യാം, അത് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവരാരാ? ഇവരുടെ പൈസ കൊണ്ട് മുടക്കുന്ന പടം വേണമെങ്കിൽ നിർത്തിവെച്ചോ, ബാക്കിയുള്ളവരുടെ പൈസ മുടക്കി പടം എടുക്കുകയും ചെയ്യട്ടെ. അല്ലാതെ പിന്നെ ഇവരെ വിചാരിച്ച് നടക്കുമോ? നിൽക്കുമോ മലയാള സിനിമ?
എന്തായാലും ഫൂളിഷ്നെസ് ആണ്, അട്ടർ നോൺസെൻസ് ആണ്. മലയാള സിനിമയ്ക്കകത്ത് ഇത്രത്തോളം ഗതികെട്ട കുറച്ച് ആൾക്കാരാണ് ഈ ഒരു തലമുറ മാറ്റം ഏറ്റവും പെട്ടെന്ന് ആവശ്യമുള്ള ഒരു മേഖലയായിട്ട് ഈ നിർമ്മാതാക്കളുടെ തലപ്പത്തും വരണമെന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. സോ പൈസ മുടക്കിയാൽ പൈസ തിരിച്ചു കിട്ടും. പൈസ മുടക്കുമ്പം ആലോചിക്കണം റിസ്ക് ഉണ്ടെന്ന്. അതല്ലാത്തവർ ഇതിനകത്ത് മുടക്കാതിരിക്കുക. അല്ല ഞങ്ങൾ മറ്റേ ഉണ്ടി പൈസ വാങ്ങിച്ചതാണേ, ഞങ്ങൾ മറ്റവൻ്റെ നിന്ന് കടം വാങ്ങിച്ചതാണേ, ഞങ്ങൾ ലോൺ എടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ലേ, എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് സിനിമ ചെയ്യുന്നേ? പലയിടത്തും പോയിട്ട് റിയൽ എസ്റ്റേറ്റിന് കുറച്ച് പൈസ മുടക്കി സ്ഥലം വാങ്ങിച്ചിട്ടാ പോരെ. എല്ലാം വേണമെന്ന് താനും കുറ്റം പറയുകയും വേണം. എന്ത് പടിയത്? ചെയ്യുന്നവനെ ചെയ്യാനും സമ്മതിക്കത്തില്ല, സ്വയം ഒന്നും ചെയ്യത്തില്ല. പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, സ്വയം ഒന്നും ചെയ്യുകയുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാനായിട്ട് സമ്മതിക്കത്തുമില്ല. അങ്ങനെ കുറേ ജീവിതങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പോസ് ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. പിന്നെ നമ്മുടെ എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണോ? എന്താണ് അഭിപ്രായം? അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്.